ഹലോ ഓൾ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൊച്ചിരേത്തി ദരയോമൺ എന്ന് പറയുന്ന ഒരു നോവലാണ്, റിട്ടൺ ബൈ നാരായൺ. നാരായണൻ്റെ ഫസ്റ്റ് ട്രൈബൽ നോവലാണിതെന്ന് പറയുന്നത്. 1998 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. വയനാട്ടിലുള്ള ദളിതിനെ കേന്ദ്രീകരിച്ചുള്ളൊരു സ്റ്റോറിയാണിതെന്ന് പറയുന്നത്. മലയ അരയൻ കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്, ട്രൈബൽ കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടാണ് പറയുന്നത്. അവിടെ ഉണ്ടായ കൾച്ചറൽ ചേഞ്ചസ് ഒക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ 2 ക്യാരക്ടേഴ്സാണ് വരുന്നത്, കുഞ്ഞിപ്പെണ്ണ്, കൊച്ചുരാമൻ എന്ന് പറയുന്ന 2 ക്യാരക്ടേഴ്സ്. അപ്പം ഇവരിൽ ഉള്ള ഒരു ഇവരിലൂടെ എത്ര കൾച്ചറൽ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളതെന്നാണ് ഈ ഒരു നോവലിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബുക്കിന് കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മൂവിങ് ടു ദി സമ്മറി, കൊച്ചുരാമനെ കുഞ്ഞിപ്പെണ്ണ് കല്യാണം കഴിക്കുന്നു. അത് തന്നെ ഒരു കൾച്ചറൽ ചേഞ്ചാണ്. കാരണം ഇവരുടെ മലയാര കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു പെണ്ണ് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ മാമൻ്റെ മകനെ ആയിരിക്കും. പക്ഷേ ഇവിടെ കുഞ്ഞിപ്പെണ്ണ് എന്താ ചെയ്യുന്നത്, ആ ഒരു കൾച്ചറൽ ബോണ്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് ആരെയാണ് കല്യാണം കഴിക്കുന്നത്, കൊച്ചുരാമനെയാണ് കല്യാണം കഴിക്കുന്നത്. പിന്നീട് അവർക്ക് 2 കുട്ടികളൊക്കെ ജനിക്കുന്നുണ്ട്. അതിലൊരു കുട്ടി എന്ന് പറയുന്നൊരു മെന്നും ഒരു ബോയും ഒരു ഗേളുമാണ്. അതിൽ ഒരു ദിവസം ഫോറസ്റ്റ് ഫയറൊക്കെ ഉണ്ടായി, ഇവരുടെ വീടൊക്കെ കത്തി പോകുന്നുണ്ട്. അങ്ങനെ കത്തിപ്പോയ സമയത്ത് ഇവരുടെ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, മരിച്ച് പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഫോറസ്റ്റ് ഫയർ വന്ന് ഇവരുടെ വീടൊക്കെ കത്തി നശിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ കൊച്ചും മരിച്ചുപോയി. ഇവർ ഭയങ്കര പോവർട്ടിയിലേക്കൊക്കെ പോയി. അതുമാത്രമല്ല അവിടെ ഒരു വരൾച്ച വരാനായിട്ട് തുടങ്ങി. ഓക്കെ, ആൻഡ് നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ് കൊച്ചുരാമൻ ഭയങ്കര ആൽക്കഹോളിക്കായിട്ട് മാറി. കാരണം അയാളുടെ ഒരു കുട്ടി മരിച്ചുപോയ വിഷമം എന്താണ്, അയാളെ വല്ലാണ്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് ആ ഒരു കമ്മ്യൂണിറ്റി ആ ഒരു പോവർട്ടിയെ അന്നേരം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് മണി ലെൻഡേഴ്സും ലാൻഡ് ലോഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പർ ക്ലാസ്സസ് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, നോർമലി നമ്മൾ പറയുന്ന പോലെ തന്നെ ട്രൈബൽ ആൾക്കാരെ ചൂഷണം ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ കുഞ്ഞിപ്പെണ്ണിനും കൊച്ചുരാമനും കൂടി ഒരു മകൾ കൂടിയുണ്ട്, പാർവതി എന്നാണ് പേര്. ഈ പാർവതി എന്ത് ചെയ്യുന്നുണ്ട്, പുറത്ത് പഠിക്കാനൊക്കെ വിടുന്നുണ്ടായിരുന്നു. അവളെ പഠിക്കാനായിട്ടൊരു വില്ലേജിലാണ് വിട്ടത്, വില്ലേജിലുള്ള സ്കൂളിലാണ് വിട്ടത്. ഇതും ഒരു കൾച്ചറൽ ചേഞ്ചാണ്. കാരണം നോർമലി ദളിത് ആൾക്കാരൊന്നും അങ്ങനെ പുറത്തൊന്നും വിട്ട് പഠിപ്പിക്കുന്ന കാറ്റഗറി അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കൾച്ചറൽ ചേഞ്ചാണ് ഉണ്ടായത്. ലേറ്റർ പാർവതിക്ക് പാർവതി പഠിക്കുന്നു, അവൾക്ക് ജോലി കിട്ടുന്നു, അവൾ കല്യാണം കഴിക്കുന്നു, അവൾ കൊച്ചിയിലേക്ക് മാറുന്നു, അവിടെ ജോലി ചെയ്യുന്നു. അപ്പോഴാണ് അറിയുന്നത് ഈ കൊച്ചുരാമൻ അവൾ ഇടയ്ക്ക് വെച്ച് ആൽക്കഹോളിക്കൊക്കെ ആയതല്ലേ, വയ്യാതായി എന്നറിയുന്നു. ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പാർവതിയും അവളെ ഹസ്ബൻഡും കൂടി കൊച്ചുരാമനെയും കുഞ്ഞിപ്പെണ്ണിനെയും കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് ഒരു സർജറി വേണമെന്ന് പറയുന്നത്. അത് പേടിച്ചിട്ട് അവരവിടെ നിന്നിറങ്ങി ഓടുന്നു, അവരവിടെ നിന്നിറങ്ങി രക്ഷപ്പെടുന്നതായിട്ടാണ് ഈ ഒരു നോവൽ അവസാനിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടായിരിക്കാം ഈ കൊച്ചുരാമനും കുഞ്ഞിപ്പെണ്ണും ആ ഒരു സർജറിയെ ഭയന്നത്? കാരണം ഇവർ ട്രൈബൽ ആൾക്കാരാണ്. ഇവർ ഫോളോ ചെയ്യുന്ന മെത്തേഡെന്ന് വെച്ചാൽ മറ്റേ മരുന്ന് പച്ചിലയൊക്കെ കുറുക്കി ആ മെത്തേഡാണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവർക്കിതൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇവിടെ പാർവതി ആയിക്കോട്ടെ, പാർവതിയുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, ഇവരെല്ലാം ന്യൂ ജെന്നാണ്. അവരെല്ലാം തന്നെ ആ ഒരു പണ്ടത്തെ കൾച്ചർ ഫോളോ ചെയ്യാതെ പുതിയ ലൈഫ് സ്റ്റൈൽ, പുതിയ കൾച്ചറൊക്കെ തേടി പോകുന്ന ആൾക്കാരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ട്രഡീഷനും മോഡേണിറ്റിയും തമ്മിലുള്ള ആ ഒരു ടെൻഷൻ കാണാനായിട്ട് പറ്റുന്നുണ്ട്. കൾച്ചർ, ഐഡൻറ്റിറ്റി, ട്രഡീഷനൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെന്താണ്, നമുക്ക് സോഷ്യൽ ചേഞ്ച്, മോഡേണിറ്റി, ലവ് ആൻഡ് റിലേഷൻഷിപ്പ്, നേച്ചർ ആൻഡ് എക്കോളജി, ഇതൊക്കെയാണ് ഇതിൻ്റെ തീമായിട്ട് വരുന്നത്. മെയിനായിട്ട് ഇതിൻ്റെ തീമെന്ന് പറയുന്നത് ദളിത് സപ്രഷനും ഒപ്രഷനും തന്നെയാണ്. അപ്പോൾ ഈ ഒരു നോവൽ പബ്ലിഷ് ചെയ്തേക്കുന്നത് 1998 മലയാരയൻ കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ദി നോവൽ, ദ ട്രൈബൽ നോവൽ കൊച്ചിരേത്തി ദരയോമൺ. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.